ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ അവസാന ഘട്ടത്തിൽ വോട്ടർ പട്ടികയുടെ ഈ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് വിമർശനത്തിന് പിന്നാലെ 99 കോൺഗ്രസ് MLA-മാരും MP-മാരും രാജിവെക്കുന്നു. അല്ല, അവരുദ്ദേശിക്കുന്നത് അവരുടെ ആൾക്കാരെല്ലാം വളരെ പരിശുദ്ധരാണ്. അവരെല്ലാം ഒരു കള്ളവോട്ടും ഉൾപ്പെടാതെയും ലിസ്റ്റ് പരിപൂർണമായും പരിശുദ്ധമായും ഒക്കെയാണ് അവർ ജയിച്ചു വന്നത്. പക്ഷേ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വന്ന ഈ മന്ത്രിസഭയിലെ മന്ത്രിമാരും അതുപോലെ തന്നെ MP-മാരും ഒക്കെയാണ് വലിയ കള്ളന്മാർ. അതുകൊണ്ട് അവർ രാജിവെക്കണം. അവർ രാജിവെച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ആദ്യ മണിക്കൂറുകളിൽ നരേന്ദ്രമോദി പിന്നിൽ നിന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഉച്ചവരെ പിന്നിൽ നിന്ന് അവസാനം ഏതാണ്ട് അവസാനത്തെ 2 റൗണ്ടുകൾ വരുന്നതിന് മുമ്പ് വരെ ശശി തരൂർ പിന്നിലായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് സംഭവിച്ചു. ഇതേ സെയിം സംഭവമാണ് വാരണാസിയിൽ പറയുന്നത്. ആദ്യ മണിക്കൂറിൽ നരേന്ദ്രമോദി പിന്നിട്ട്. ഇവിടെ മന്ത്രി ശിവൻകുട്ടി ഏതാണ്ട് കമലേശ്വരം, മണക്കാട് വാർഡുകൾ, തിരുവല്ലം ഭാഗത്തെ നിയമസഭാ ഇലക്ഷനിൽ കോർപ്പറേഷൻ കൗൺസിൽ ഈ 3 എണ്ണം എണ്ണുന്നത് വരെ പിന്നിലായിരുന്നു. അവിടെ കുമ്മനമായിരുന്നു ലീഡ് ചെയ്തിരുന്നത്. ഈ 3 കൗൺസിൽ എണ്ണി തുടങ്ങിയപ്പോഴാണ് ഒറ്റയടിക്ക് ലീഡ് മാറിയത്. ഇതൊക്കെ ആണ് ഉദാഹരണമായി പറയുന്നതെങ്കിൽ ചക്ക വീണ് അതോടൊപ്പം തന്നെ ഏറ്റവും മറ്റൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. മാറിയും മറിഞ്ഞും അവസാന നിമിഷം വരെയും മാറിയും മറിഞ്ഞും ഇരുന്നിട്ട് കഷ്ടിച്ചാണ് കോൺഗ്രസ് അവിടെ രക്ഷപ്പെട്ടത്. അപ്പൊ ഇതൊക്കെ അതിമോഹം എന്ന് നമ്മൾ സിനിമയിൽ പറയുന്ന പോലെയാണ്. അതിമോഹമല്ലേ ഇതൊക്കെയെന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ എല്ലാ സീറ്റുകളും രാജിവെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് ഭരണത്തിൽ വരാമെന്നുള്ളതാണ് ഇപ്പോൾ കണ്ടിരിക്കുന്ന ഒരു മാർഗമെന്ന് തോന്നുന്നു. കാരണം ഈ രാഹുൽ ഗാന്ധിയുടെ വലിയ മോഹമാണല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണമെന്നുള്ളത്. അത് അദ്ദേഹം 2009 ആ ചർച്ച ഉണ്ടായിട്ടുണ്ട്. അന്ന് മൻമോഹൻ സിംഗ് ആണെങ്കിലും അന്ന് ചർച്ച ഉണ്ടായി. 2014 19 24 അതിൻ്റെ ഒരു വിഷമം കൊണ്ടായിരിക്കുമോ ഇത്തരം പ്രതികരണങ്ങൾ? അദ്ദേഹം വളരെ നിരാശനാണ് സത്യത്തിൽ. കാരണം അദ്ദേഹം 3 പ്രാവശ്യം ഇപ്പോൾ അടുപ്പിച്ച് ലോക്സഭാ ഇലക്ഷനുകളെ അദ്ദേഹം നയിച്ച് തോറ്റുപോവുകയാണ് ഉണ്ടായത്. 14, 19, 24 3 തവണയായി ഇപ്പോൾ പരാജയം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അധികാരം കൈമാറുന്നതിന് അല്ലെങ്കിൽ നേതൃത്വം കൈമാറുന്നതിന് മുമ്പ് കേരളത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ 1 ഡസനോളം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് നേരിട്ടോ അല്ലെങ്കിൽ മറ്റു രൂപത്തിലോ ഭരണം ഉണ്ടായിരുന്നു, മേൽക്കൈ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ പൂർണ്ണമായും തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കഷ്ടിച്ച് നമ്മുടെ കർണാടകയും അതുപോലെ തെലങ്കാനയും ഹിമാചൽ പ്രദേശും ഒക്കെയാണ് ഇപ്പോൾ ആകെ സംസ്ഥാനങ്ങളായിട്ട് കൈവശമുള്ള ഒരു അവസ്ഥ. അപ്പോൾ ഇങ്ങനെ വളരെ ശുഷ്കമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ എങ്ങനെ സ്വപ്നം കണ്ടാലും പ്രധാനമന്ത്രി പദം ആഗ്രഹിക്കാൻ ഉള്ള ഒരു ചാൻസും ഇപ്പോൾ വരുന്നില്ല. പിന്നെ ഒരു ചാൻസ് ഉള്ളത് ഇതാണ്: നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ BJP-യിലെ MP-മാരും ഒപ്പം നിൽക്കുന്ന സഖ്യകക്ഷികളെ MP-മാരും കൂടെ രാജിവെച്ചാൽ ഇവർ 91 പേരും പിന്നെ SP അതുപോലെ തന്നെ മറ്റ് DMK, CPM ഇങ്ങനെ ഉള്ളവരെ എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു മന്ത്രിസഭ ഉണ്ടാക്കാമെന്നതായിരിക്കും സ്വപ്നം. ആ സ്വപ്നം നടക്കണം. DMK അടക്കമുള്ള സഖ്യകക്ഷികൾ എന്തായാലും രാജിവെക്കാനുള്ള സാധ്യതയില്ല. അവർ ഇപ്പോഴും മൗനത്തിലാണ്. അല്ല, DMK കോൺഗ്രസിന് അനുകൂലമല്ലേ? അവർ രാജിവെക്കേണ്ട കാര്യമില്ലല്ലോ. നരേന്ദ്രമോദിയും കൂട്ടാളികളുമാണ് ഈ അക്രമം പ്രോസസ്സിൽ ഇത്ര വലിയ ദ്രോഹം ചെയ്തിരിക്കുന്നത് അവരാണ്. എന്നിട്ടാണ് അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടാതെ വന്നത്. അപ്പൊ എത്ര വലിയ ഗതികേടിലാണെന്ന് ആലോചിച്ചു. അല്ല, വോട്ടർ പട്ടികയിലെ വിവാദവുമായി ബന്ധപ്പെട്ട് അതിൽ ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയാണ് അതിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം, അതിനെ ശുദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധി ആദ്യം പ്രതിഷേധം തുടങ്ങുന്നത്. ഇപ്പോൾ അവസാന ഘട്ടം എത്തിയപ്പോൾ ആ തെരഞ്ഞെടുപ്പ് തന്നെ അസാധുവാക്കണം, ആ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ അട്ടിമറി ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് ജനാധിപത്യത്തോടുള്ള വിശ്വാസക്കുറവാണ്. വിശ്വാസക്കുറവ് മാത്രമല്ല, ജനാധിപത്യത്തിലോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഭരണഘടനാ സ്ഥാപനങ്ങളിലോ അദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രി പദവി ഒഴിച്ച് ബാക്കി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാനങ്ങളിലും അദ്ദേഹം വിശ്വസിക്കാത്ത അവസ്ഥയാണ്. അതും നരേന്ദ്രമോദി ആ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ ആ പദവിയിലും അദ്ദേഹം വിശ്വാസമില്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹം പെരുമാറുന്നത്. എല്ലാത്തിനും അദ്ദേഹത്തിന് സംശയമാണ്, എല്ലാത്തിനും അദ്ദേഹത്തിന് ആക്ഷേപമാണ്, എല്ലാത്തിനും അദ്ദേഹത്തിന് പുച്ഛമാണ്.
അതാണ് അത് കാണിക്കുന്നത്. ഇത് ഇങ്ങനെ പോയാൽ എങ്ങനെ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, എനിക്ക് കിട്ടിയില്ലെങ്കിൽ വിടക്കാക്കുക. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ ഭരണഘടന 1980 സോണിയാഗാന്ധിക്ക് അന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു. അന്ന് അവർ വിദേശ പൗരയായിരുന്നു. 83 വരെ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പം അന്ന് ഞങ്ങളല്ലല്ലോ ഭരിച്ചത്, അന്ന് ജനതാദളല്ലേ ഭരിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മഹാദേവപുരയിലും പിന്നെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കിയത് ആരാണ്? കോൺഗ്രസ്സാണ്. കോൺഗ്രസിന്റെ മന്ത്രിസഭ. ഇതെങ്ങനെയാണ് ഇവർ പറയുന്നത്? മന്ത്രി തുറന്നു പറഞ്ഞ മന്ത്രിയുടെ അവസ്ഥ, ആ മന്ത്രിയുടെ അവസ്ഥ ഇന്ന് പെരുവഴിയിലായി. അദ്ദേഹത്തിന് നമ്മളല്ലേ ഇത് ചെയ്തത്, പല്ലട കുത്തി നാറ്റിക്കണമെന്ന് അദ്ദേഹം ചോദിച്ചത് വളരെ സത്യമാണ്. അതിന് അദ്ദേഹം കൂടെ അബദ്ധത്തിലായിരിക്കുകയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇത്തരം പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഇന്ത്യ മുന്നണി ഒരു കെട്ടുറപ്പുള്ള ഒരു സഖ്യമായി മാറ്റിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും മാറ്റില്ല. തെരുവുകളിലാണ് പ്രതിഷേധം കനക്കുകയാണ്. തെരുവിൽ പ്രതിഷേധിക്കുന്നത് ഇപ്പോൾ അവരുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. കാരണം ഒരു ശക്തമായ വിഷയം അവർക്ക് വേണം. ആ വിഷയം ഇപ്പോൾ ഓരോ കാലങ്ങളിൽ അവർ ഇതിനു മുമ്പ് ഇലക്ഷൻ പിന്നെ മെഷീനായിരുന്നു, വോട്ടിംഗ് മെഷീനായിരുന്നു. അപ്പോൾ ആ വോട്ടിംഗ് മെഷീനിൽ ഇപ്പോൾ ഇന്നാള് സുപ്രീം കോടതി പറഞ്ഞു വോട്ടിംഗ് മെഷീൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് വരണ്ട, ഞങ്ങൾ A to Z ഇത് പരിശോധിച്ച് കഴിഞ്ഞിരിക്കുകയാണ്, ഇനി വോട്ടിംഗ് മെഷീനുമായിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട. അതിൻ്റെ കംപ്ലീറ്റ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറഞ്ഞ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ADR നടത്തിയ ഒരു പെറ്റീഷനിൽ സഞ്ജയ് ഖന്ന അടക്കമുള്ള ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജയ് ഖന്ന അടക്കമുള്ളവരുടെ ഒരു വിധിയുണ്ട്. ആ വിധിയിൽ എനിക്ക് തോന്നുന്നു 2024 നമ്പർ 181 ആയിട്ടാണ്. ആ വിധിയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇലക്ഷൻ പ്രോസസ്സിൽ ഈ ഇലക്ഷൻ കമ്മീഷനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ചില ശക്തികളുണ്ട്. അത് ഇത്തരം എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് മോശമാക്കാൻ ശ്രമിക്കുന്ന ചില ദുഷ്ടശക്തി. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിന്റെ നിഴലിലാണ്, ജനങ്ങൾക്ക് സംശയമുണ്ടല്ലോ ഇപ്പോൾ. അങ്ങനെയുള്ള സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത് പിന്നെ സംശയം ഉന്നയിച്ചവരുടെ ആവശ്യമാണ്. അദ്ദേഹം അത് എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടതാണ്. എഴുതി ഒപ്പിട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ അത് നോക്കിയേ പറ്റുള്ളൂ. എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് അതാണ് അത് എന്തുകൊണ്ടാണ് ഈ പരാതി ഇത്രയും നാളായിട്ടും കൊടുക്കാത്തത്? പരാതി കൊടുത്താൽ അദ്ദേഹത്തിന് പേടിയുണ്ട്. കാരണം പരാതി കൊടുക്കുമ്പോൾ നമ്മൾ ഓതന്റിക് ആയിരിക്കണം. കാർഡടച്ച് വെടിവെച്ച് പരാതി കൊടുത്താൽ ചിലപ്പോൾ നമുക്കത് ബൂമറാങ് ആയിട്ട് തിരിച്ചു വരും. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെ വിമർശിക്കുന്നതിന് കുഴപ്പമില്ല. അവർ കഴിഞ്ഞ തവണ തിരഞ്ഞെടുത്ത ആ മന്ത്രിസഭ തന്നെ കുഴപ്പത്തിലാണ്, തെറ്റാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രവർത്തനം അടിമുടി വിമർശിക്കുകയാണ്. ആ വിമർശനം ശരിക്കും പറഞ്ഞാൽ എഴുതി കൊടുക്കേണ്ടതാണ്, എഴുതി ഒപ്പിട്ട് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണത്? അതാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അതെ, തെളിവുണ്ടെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷന് പരിശോധിച്ചേ പറ്റൂ. ഇനി ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ എഴുതി കൊടുത്തിട്ട് പരിശോധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ പോയിട്ട് ഈ പെറ്റീഷൻ കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ പെറ്റീഷൻ കൊടുത്തു, മറുപടി തന്നില്ലെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഉടൻ ഉത്തരവിടും. 1 മാസത്തിനകം 2 മാസത്തിനകം ഇതിപ്പോൾ പരിഹരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് മറുപടി. ഈ രീതി നോക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് മണ്ടത്തരമാണ്. ഈ ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്നു. ഇത് കൂടെയുള്ള ഘടകകക്ഷികൾക്കും മറ്റു പാർട്ടികൾക്കും നേതാക്കൾക്കും എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? അവർ ആവശ്യപ്പെടാത്ത എന്താണ്? അവർ തണുപ്പൻ പ്രതികരണം തന്നെയാണ് നടത്തുന്നത്. അവരാരും ഇതിനെ ഒരു വലിയ സീരിയസ് വിഷയമായിട്ട് കണക്കാക്കിയിട്ടില്ല. കാരണം ഇതൊക്കെ ബൂമറങ്ങാണെന്ന് അവർക്കറിയാം. പലയിടത്തെയും വോട്ടർ പട്ടിക എടുത്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ക്രമക്കേടുകൾ കാണും. പിന്നെ നമുക്ക് ഇപ്പോൾ ചെയ്യാവുന്നത് ആ വന്നിരിക്കുന്ന അതിൽ ഗുരുതരമായ തെറ്റുകൾ വന്നത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയാണ് വേണ്ടത്. പരിശോധിച്ച് ശരിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സുപ്രീം കോടതിയെ സമീപിച്ച് അത് റദ്ദാക്കാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.